നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 28-കാരനായിട്ടുള്ള സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാറ്റിയസ് ഹെർണാണ്ടസിനെ സ്ക്വാഡിലേക്ക് എത്തിച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വളരെയധികം ഡിലൈറ്റഡ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം ഡിലൈറ്റഡ് ആണ്. ഈ പുതിയ ചലഞ്ച് ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്. അതോടൊപ്പം തന്നെ ഫുള്ളി കമ്മിറ്റഡുമാണ്. ക്ലബിന് വേണ്ടി സർവ്വം സമർപ്പിച്ച് കളിക്കാൻ ഞാൻ ഫുള്ളി കമ്മിറ്റഡ് ആണ്. എല്ലാ ദിവസവും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ടീമിനെ അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, അച്ചീവ് ചെയ്യാൻ സഹായിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണുള്ളത് എന്നുകൂടി അദ്ദേഹം പ്രതികരിക്കുന്നു. അപ്പോൾ സ്പാനിഷ് മിഡ്ഫീൽഡർ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് എന്നർത്ഥം. ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മാത്യൂസിൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഓൾറെഡി ഇന്ത്യയിൽ പരിചിതനായ ഒരു താരത്തെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ കണ്ടീഷനെ കുറിച്ച് ധാരണയുള്ളൊരു താരം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റി ചില പൊസിഷനുകളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സഹായകരവുമാകും. വരുന്ന സീസണിലേക്ക് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ആരംഭിക്കുകയാണ്. കൊച്ചിയിലാണ് പ്രിപ്പറേഷൻസ് നടക്കുക. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ കളിക്കുക കോഴിക്കോടായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.